മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. കൊച്ചിയിലെ വെള്ളക്കെട്ട് വിഷയം വീണ്ടും ഹൈക്കോടതിയിൽ. നഗരത്തിലെ കനാലുകളിൽ സുഗമമായ ഒഴുക്ക് ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വിഷയം ജൂലൈ 31-ന് പരിഗണിക്കും. ഷബ്ന സിയാദ് ചേരുകയാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി. ഷബ്ന, ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു കടുത്ത വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട കേസാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. കനാലുകളിലെ സുഗമമായ ഒഴുക്ക് ഉറപ്പുവരുത്തണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ കൊച്ചിയിലെ മാലിന്യ പ്രശ്നത്തിൽ കടുത്ത വിമർശനമാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. മാലിന്യം തള്ളുന്നത് ആളെ കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് ഹൈക്കോടതി സൂചിപ്പിക്കുകയുണ്ടായി. ആമയിച്ച തോടിന് സമാനമാണ് കൊച്ചിയിലെ കനാലുകളുടെ അവസ്ഥ. കനാലുകളിൽ മാലിന്യം തള്ളുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ഒരു നിർദ്ദേശമായി മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ വൃത്തിയാക്കിയ കനാലുകളിൽ എങ്ങനെ മാലിന്യം എത്തുന്നു എന്നതും ഹൈക്കോടതി ചോദിച്ചു. മാലിന്യം തള്ളുന്നവർ ചെയ്യുന്നത് ആളുകളെ കൊല്ലുന്ന പണിയാണ്. തിരുവനന്തപുരത്തെ അപകടം കൊച്ചിയിൽ ആവർത്തിക്കരുത് എന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. ഈ വിഷയം പിന്നീട് പരിഗണിക്കാനായി കോടതി മാറ്റിയിട്ടുണ്ട്. വെള്ളക്കെട്ടിന്റെയുമായി ബന്ധപ്പെട്ട വിഷയം ജൂലൈ 31-നാണ് ഇനി ഹൈക്കോടതി പരിഗണിക്കുക. ശരി, കൊച്ചിയിലെ വെള്ളക്കെട്ട് വിഷയം വീണ്ടും ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ്. മാലിന്യ പ്രശ്നത്തിൽ കടുത്ത വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്തെ അപകടം കൊച്ചിയിൽ ആവർത്തിക്കരുതെന്നും ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ഉണ്ടായിരുന്നത് ഷബ്ന സിയാദ്.